വളരെ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വർത്തമാനമാണ് നിങ്ങളുമായിട്ട് ഈ സമയത്ത് എനിക്ക് പങ്കുവെക്കാനുള്ളത്. ഇത് മലയാള പത്രങ്ങളിലൊന്നും അങ്ങനെ കാര്യമായിട്ട് കണ്ടില്ല. ഇനി വല്ലതിലും വന്നെങ്കിൽ തന്നെ എൻ്റെ ശ്രദ്ധ അതിൽപ്പെട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി. നിങ്ങളിൽ പലരും ഈ വാർത്ത അറിഞ്ഞു കാണുകയില്ല. അറിഞ്ഞെങ്കിൽ തന്നെ അത് അർഹിക്കുന്ന ഗൗരവത്തോടെ ഇത് പരിഗണിച്ച് കാണില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ബോംബെയിലോ മറ്റോ ആണ്. ജൂൺ 21-ാം തീയതി സുശീൽ ധാനെ എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരൻ, വളരെ പയ്യനാണ്, തൊഴുകൈകളോടുകൂടി അവൻ്റെ അമ്മയോട് മാപ്പ് പറഞ്ഞിട്ട് ജീവനൊടുക്കി എന്നുള്ളതാണ്. മാപ്പ് പറഞ്ഞത് നേരിട്ടല്ല, മാപ്പ് പറയുന്നൊരു വീഡിയോ ചിത്രീകരിച്ചതിന് ശേഷം കെട്ടി തൂങ്ങി മരിച്ചു എന്നാണ് വാർത്തകളിൽ കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ ജീവനൊടുക്കിയത് എന്ന് ചോദിച്ചാൽ അതിന് തൊട്ട് മുമ്പത്തെ ദിവസമാണ് ഈ നീറ്റ് പരീക്ഷ നടന്നത്. മെഡിക്കൽ UG പ്രവേശന പരീക്ഷ, MBBS കോഴ്സിനുള്ള പ്രവേശന പരീക്ഷ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ചത്. അത് ആദ്യം ഒരു പ്രാവശ്യം റദ്ദാക്കിയിട്ട് പിന്നീട് നടത്തിയതാണ്. ആദ്യം ഈ പരീക്ഷ നടത്തി അതിൻ്റെ റിസൾട്ട് വരുന്ന ഘട്ടത്തിൽ ഇത് റദ്ദാക്കിയപ്പോൾ തന്നെ കുറേ വിദ്യാർത്ഥികൾ ആത്മഹത്യ തീർന്നു. ഈ പരീക്ഷയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തവരും ചെയ്യാത്തവരും, അഡ്മിഷൻ കിട്ടിയവരും കിട്ടുമെന്ന് വിചാരിച്ചവരും ഇത് റദ്ദാക്കിയപ്പോൾ ജീവിതം തന്നെ അവസാനിച്ചു എന്ന് കരുതി, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് കരുതി ജീവനൊടുക്കിയവരാണവർ. ഇത്തവണ ഈ പയ്യൻ മരിച്ചതെന്ന് വെച്ചാൽ അവന് ആഗ്രഹിച്ച രീതിയിൽ പരീക്ഷയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഇവന് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയില്ല എന്ന ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചെറുപ്പക്കാരൻ തൊഴുകൈകളോടുകൂടി, അമ്മേ, നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതിൽ എനിക്ക് വീഴ്ച വന്നു, ഈ പരീക്ഷയ്ക്ക് എനിക്ക് ഉയർന്ന റാങ്ക് കിട്ടുകയില്ല, ഞാനിനി ജീവിച്ചിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നൊരു വീഡിയോ എടുത്ത് വച്ചതിന് ശേഷം അദ്ദേഹം കെട്ടി തൂങ്ങി മരിച്ചു എന്നാണ് വാർത്തകളിൽ നിന്ന് കാണുന്നത്. പിന്നെ പോലീസുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ കേസ് രജിസ്റ്റർ ചെയ്തു, ഇൻക്വസ്റ്റ് നടത്തി, പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ മൃതദേഹം മാതാവിനെ വിട്ടുകൊടുത്തു. ആ കുട്ടിക്ക് അച്ഛനുണ്ടോ, അച്ഛൻ എന്ത് ജോലി ചെയ്യുന്നു, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നമുക്കറിയില്ല, ഒന്നും വാർത്തയിലില്ല. ഞാൻ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഊഹിക്കുന്നത്, ഈ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മകൻ ഒരു ഡോക്ടറായി കാണണം എന്നുള്ളത്. അതിനുവേണ്ടി അമ്മ നിരന്തരമായിട്ട് മകനെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അമ്മയുടെ ആഗ്രഹപ്രകാരം, താല്പര്യപ്രകാരം മകൻ ഈ നീറ്റ് പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്തു. പക്ഷേ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരന് മനസ്സിലായി ഒരു കാരണവശാലും തനിക്ക് ഇത് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഈ വാർത്ത അമ്മ എങ്ങനെ സഹിക്കും, അമ്മ എങ്ങനെ താങ്ങും എന്ന് ആലോചിച്ച് വിഷമിച്ച് അമ്മയുടെ ദുഃഖം മാറ്റാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അമ്മ ദുഃഖിക്കുന്നത് കാണാനുള്ള മനപ്രയാസം കൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ കെട്ടി തൂങ്ങി മരിച്ചത്. അത് തൂങ്ങി മരിക്കുന്നതിന് മുമ്പ് അമ്മയോട് മാപ്പ് പറയാൻ അവനൊരു മാർഗം കണ്ടുപിടിച്ചാണ് വീഡിയോ എടുക്കുക എന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ചെറുപ്പക്കാരൻ ഡോക്ടറായില്ല എന്നതോ പോട്ടെ, അമ്മയ്ക്ക് മകനില്ലാതായി. ആ അമ്മ ഇതെങ്ങനെ സഹിക്കും? ഒരമ്മയ്ക്ക് താങ്ങാൻ പറ്റുന്ന ദുരന്തമാണോ സംഭവിച്ചിട്ടുള്ളത്? അപ്പോൾ ഇത് കുറച്ചും കൂടി വിശദമായിട്ടല്ലേ, വിശാലമായിട്ട് ആലോചിക്കേണ്ടൊരു വിഷയമാണ്. ഇത് ഈ ഒരു ചെറുപ്പക്കാരൻ്റെ മാത്രം കഥയല്ല. എത്രയോ ആളുകൾ ഓരോ വർഷവും ഈ നീറ്റ് പോലെയുള്ള പരീക്ഷകൾക്ക്, മത്സര പരീക്ഷകൾക്ക് പഠിക്കുന്നു, ഊർജിതമായിട്ട് തന്നെ പഠിക്കുന്നു, നല്ലപോലെ പരീക്ഷ എഴുതാൻ തയ്യാറായിട്ട് പോകുന്നു. ഭാഗ്യവശാൽ അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ ഇവർക്ക് അവരാഗ്രഹിച്ച രീതിയിൽ ഈ പരീക്ഷയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴും റിസൾട്ട് വരുന്നവരവർ കാത്തിരിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. റിസൾട്ട് വന്ന് ഇത് കിട്ടിയില്ല എന്ന് വിചാരിച്ചാൽ മനസ്സിലാക്കാൻ കിട്ടിയില്ല എന്നുള്ളത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ജീവൻ ഒടുക്കുകയാണ്. ഈ നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത് സത്യത്തിൽ ലോകത്തിൻ്റെ അവസാനമൊന്നുമല്ല, നമുക്കറിയാം. നീറ്റ് പരീക്ഷയിൽ ഉയർന്ന റാങ്ക് കിട്ടിയെന്നുകൊണ്ട് മാത്രം ഒരാൾ നല്ല ഡോക്ടറാവണമെന്നോ അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയം നേടണമെന്നോ പറയാൻ പറ്റുകയില്ല. ഇതൊക്കെ ചെയ്തതിന് ശേഷവും പരാജയപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്, ഡോക്ടർമാർ പോലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ചെറുപ്പക്കാരൻ, നീറ്റാണ് തൻ്റെ ജീവിതത്തിൻ്റെ അന്തിമമായ ലക്ഷ്യം, നീറ്റ് വഴിക്ക് പ്രവേശനം കിട്ടിയില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന രീതിയിലേക്ക് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ അപകടം. ഇനി ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഇതുപോലുള്ള സംഭവങ്ങൾ ഒറ്റയ്ക്കും തെറ്റയ്ക്കും നടക്കുന്നുണ്ട്. ഓരോ പ്രവേശന പരീക്ഷയുടെ റിസൾട്ട് വന്നതിന് ശേഷം അഡ്മിഷൻ കിട്ടാത്ത, അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയില്ലാത്ത പല ചെറുപ്പക്കാരും ഇതുപോലെ ജീവൻ ഒടുക്കിയതായിട്ട് കാണാൻ കഴിയും. ഓരോ കൊല്ലവും ഇതുപോലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലുപരി ഇതിനകത്തൊരു ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഓരോ +2ൻ്റെ റിസൾട്ട് വരുമ്പോഴും അല്ലെങ്കിൽ SLCയുടെ റിസൾട്ട് വരുമ്പോഴും
എൻട്രൻസ് മാഫിയ എന്ന് പറയാവുന്ന ഒരു സംഭവം നമ്മുടെ കേരളത്തിലുണ്ട്. തെക്കേ ഇന്ത്യയിൽ പൊതുവേ ഉണ്ട്, വടക്കേ ഇന്ത്യയിലുണ്ട്. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ മോഹന വാഗ്ദാനങ്ങൾ നൽകിയിട്ട് വലിയ പരസ്യങ്ങൾ ചെയ്യും. ഇന്ന സ്ഥലത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് പരീക്ഷ നിർബന്ധമായിട്ട് പാസ്സാവും, നിസ്സാരമായിട്ട് പാസ്സാവും. അല്ലെങ്കിൽ ഇന്ന കോച്ചിങ് സെൻറ്ററിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മകൻ ഉയർന്ന റാങ്കോട് കൂടിയിട്ട് MBBSനും എൻജിനീയറിങ്ങിനും വേറെ വല്ലതും ഉണ്ടെങ്കിൽ അതിനും അഡ്മിഷൻ നേടും എന്നൊക്കെ പറഞ്ഞ് പരസ്യം കൊടുക്കും. അപ്പോൾ ഈ മാതാപിതാക്കൾ അവരുടെ കയ്യിലുള്ള കാശും കടം വാങ്ങിച്ച കാശും എല്ലാം കൂടി കൊടുത്ത് ഈ മകനെ അല്ലെങ്കിൽ മകളെ ഇതുപോലൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ചേർക്കും. അത് വലിയ പണച്ചെലവുള്ള കാര്യമാണ്. എന്നാലും മക്കളെങ്ങനെയും പഠിച്ച് കണ്ണ് തെളിയിട്ട് നന്നായി പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യണത്. പക്ഷേ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ പരീക്ഷ കഴിയുമ്പോൾ ഇവർക്ക് ഉയർന്ന റാങ്ക് കിട്ടണമെങ്കിൽ കുഴപ്പമില്ല. ഉയർന്ന റാങ്ക് കിട്ടിയില്ലെങ്കിൽ, ഒരു പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഉയർന്ന റാങ്ക് കിട്ടുക എന്നുള്ള അസാധ്യമാണല്ലോ. എങ്ങനെ പോയാലും കുറേ പേർക്ക് ഉയർന്ന റാങ്ക് കിട്ടും, കുറേ പേർക്ക് മധ്യത്തിലുള്ള റാങ്ക് കിട്ടും, ബാക്കി കുറേ പേര് പിന്തള്ളപ്പെട്ടു പോകും. അപ്പോൾ ഈ പിന്തള്ളപ്പെട്ടു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പണവും ചിലവഴിച്ചു, വീട്ടിൽ റേഷൻ മേടിക്കാൻ പറ്റുന്ന പൈസ അടക്കം എടുത്ത് എൻട്രൻസിൻ്റെ കോച്ചിങ് സെൻറ്ററിൽ കൊടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ ജീവിച്ചിരിക്കുന്നതിന് അർത്ഥമില്ല എന്ന് തോന്നിയിട്ട് ഇതുപോലുള്ള കടുങ്കൈകൾ ചെയ്യുന്നതായിട്ട് നമ്മൾ ഓരോ വർഷവും പത്രത്തിൽ വായിക്കാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു അറുതി വരണമെങ്കിൽ എന്ത് ചെയ്യാം? എല്ലാവരും അവരവരുടെ മക്കളെ ഡോക്ടർമാരാക്കണം, അല്ലെങ്കിൽ എഞ്ചിനീയർമാരാക്കണം, ശാസ്ത്രജ്ഞന്മാരാക്കണം എന്ന ഒരു വാശി അല്ലെങ്കിൽ ഒരു ശാഠ്യം വിട്ടുകളയുന്നതാണ് നല്ലത്. കാരണം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം മക്കൾ ജീവനോടുകൂടി ഇരിക്കുക എന്നുള്ളതാണല്ലോ, ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവരെ അധികമായിട്ട് നിർബന്ധിക്കാതിരിക്കുകയാണ് ഏത് നിലക്കും നല്ലത്. കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് പഠിക്കട്ടെ. ഇനി അഥവാ എൻട്രൻസ് പരീക്ഷയ്ക്ക് പാസ്സായില്ല എന്ന് വെച്ചാൽ അത് ലോകത്തിൻ്റെ അവസാനമൊന്നുമല്ല, ഇനിയും നമ്മുടെ മുമ്പിൽ ജീവിതം ബാക്കിയുണ്ട് എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അത് ഓരോ മാതാപിതാക്കളുടെയും ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലെയുള്ള തൊട്ടാവാടികളെ കൊണ്ട് നമ്മുടെ പൊതുസമൂഹം നിറഞ്ഞു പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ എത്ര വലിയ ഭീഷണിയെയും വെല്ലുവിളിയെയും നേരിടാനുള്ള മനക്കരുത്താണ് ഓരോ വിദ്യാർത്ഥിക്കും അവശ്യം മാതാപിതാക്കളും രക്ഷകർത്താക്കളും ഗുരുനാഥന്മാരും ഒക്കെ കൊടുക്കേണ്ടത്. അതുണ്ടെങ്കിൽ അവർ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയും ബുദ്ധിമുട്ടിനെയും നേരിടാതെ അല്ലെങ്കിൽ നേരിടുന്നവയെ തന്നെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ജയ് ഹിന്ദ്.